പുണ്യ ഹബീബിന്റെ മൗലിദ് ലോകത്ത് ആചരിക്കേണ്ടതാണ്, അറിയേണ്ടതാണ്. നമ്മുടെ മക്കൾ അറിയണം, ലോകം അറിയണം. അത് റബീഉൽ അവ്വലിൽ മാത്രമെന്നല്ല, നമ്മൾ അത്രയെങ്കിലും വേണ്ടേ, അത്രയെങ്കിലും വേണ്ടേ? റബീഉൽ അവ്വൽ ആകുമ്പോഴേക്കും ചില ആളുകൾ അടിയന്തരം കഴിക്കുന്ന പോലെ അപ്പൊ പറയും ഹബീബ് വഫാത്തായ ദിവസമല്ലേ അതെന്ന്. ആണ്. ഏതുപോലെ ഖൈറു യൗമിൻ തലഅത് അലൈഹി ശംസു യൗമുൽ ജുമുഅ, ഏറ്റവും ആഴ്ചകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം ഏതാണ്? യൗമുൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസമാണ്. എന്താ അതിന്റെ പ്രത്യേകത? ഫീഹി ഖുലിഖ ആദം, ആദം അലൈഹിസ്സലാം സൃഷ്ടിക്കപ്പെട്ട ദിവസമാണത്. വഫീഹി ഉദ്ഖിലൽ ജന്ന, ആ വെള്ളിയാഴ്ച തന്നെയാണ് ആദം അലൈഹിസ്സലാം സ്വർഗ്ഗത്തിലേക്ക് കടന്നത്. വഫീഹി ഉഖ്രിജ മിൻഹ, ആ വെള്ളിയാഴ്ച തന്നെയാണ് ആദം നബി സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കപ്പെടുന്നതും. ഇതൊക്കെ വെള്ളിയാഴ്ചയാണ് എന്ന് വിചാരിച്ച് ആദം നബി അലൈഹിസ്സലാം സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങിയ ദിവസമല്ലേ, അത് സങ്കടപ്പെടേണ്ട ദിവസമല്ലയോ? അതുകൊണ്ട് വെള്ളിയാഴ്ചക്ക് പുണ്യമില്ല എന്ന് പറയാൻ പാടുണ്ടോ? ഹബീബായ നബി തങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ആശയമാണ്. ഏത് ചിന്താഗതിയാണ് നമ്മുടെ മക്കളൊക്കെ പെട്ടുപോകുന്നത് എന്ന് അറിയുന്നില്ല. ബിദ്അത്ത് ഒരു ദുരന്തമാണ്, അതൊരു അപകടമാണ്. നമ്മുടെ അഖീദയെ പുണ്യ നബി തങ്ങളെ സംബന്ധിച്ച് പറയുന്ന വിഷയങ്ങളിൽ തങ്ങളുടെ വഫാത്ത് ഈ ഉമ്മത്തിന് വന്ന ഏറ്റവും വലിയ മുസീബത്താണ്. തങ്ങൾ പറഞ്ഞു ഏറ്റവും വലിയ ദുരന്തം ഹബീബിന്റെ വിയോഗമാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾക്ക് വീടുകളിൽ ആരെങ്കിലും മരിക്കുമ്പോൾ ഫൽയദ്കുർ മുസീബതി മുസീബതഹു ബി, ഞാൻ കാരണം നിങ്ങൾക്കുണ്ടായ മുസീബത്ത്. തങ്ങൾ വഫാത്തായില്ലേ, പിന്നെ ആര് വഫാത്തായെങ്കിൽ എന്താ വിഷയം? ആര് വഫാത്തായെങ്കിൽ എന്താ? ഹബീബ് വഫാത്തായില്ലേ, അത്രത്തോളം മുക്കില്ലല്ലോ നമ്മുടെ വാപ്പയും ഉമ്മയും. നമ്മുടെ വാപ്പയെക്കാൾ, മക്കളെക്കാൾ, ഉമ്മയെക്കാൾ, ഭാര്യയെക്കാൾ, കൂട്ടുകാരെക്കാൾ ഒക്കെ സ്നേഹിക്കേണ്ടവരല്ലേ പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ. അങ്ങനെ ആലോചിക്കുമ്പോൾ തങ്ങൾ വഫാത്തായ ദിനം തന്നെയാണ്. പക്ഷേ ഹബീബെന്ന് ആ ഒരു നിഅ്മത്ത് അതേ ഒരു തിങ്കളാഴ്ച തന്നെയല്ലയോ അള്ളാഹു നമുക്ക് നൽകിയത്? ഇതുപോലെ വെള്ളിയാഴ്ച ആദം നബി സൃഷ്ടിക്കപ്പെട്ട ദിവസമല്ലേ, ആദം നബി സ്വർഗ്ഗത്തിലേക്ക് കടന്ന ദിവസമല്ലയോ വെള്ളിയാഴ്ച? ആ ദിവസം തന്നെയാ സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടത് എന്ന് വിചാരിച്ച് കടന്ന ദിവസം, കടന്ന ആ ഒരു സംഭവത്തിന് പ്രാധാന്യമില്ലയോ? എന്നിട്ട് തങ്ങൾ പറഞ്ഞു വെള്ളിയാഴ്ചയാണ് ദിവസങ്ങളുടെ നേതാവെന്നും നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ വഫാത്തായ ദിനം തങ്ങൾ ജനിച്ച ദിവസം പോലെ ഒരു തിങ്കളാഴ്ച തന്നെ ആയിരുന്നു എന്നതിന്റെ പേരിൽ തങ്ങളെന്ന നിഅ്മത്ത്, തങ്ങളെന്ന റഹ്മത്ത് ഈ ഉമ്മത്തിന് ലഭിച്ചതിൽ സങ്കടപ്പെടുകയാണോ വേണ്ടത്? ആ കാരണം പറഞ്ഞിട്ടാണോ സങ്കടപ്പെടുന്നത്? അങ്ങനെയാണെങ്കിൽ വെള്ളിയാഴ്ച സങ്കടപ്പെടേണ്ട ദിവസമായി മാറും, വെള്ളിയാഴ്ച സയ്യിദുൽ അയ്യാം അല്ലാതായി മാറും. ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാകുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണിത്. എന്നിട്ട് ഈ ഉമ്മത്തിനെ വസ്വാസാക്കുക. മൗലിദ് ചൊല്ലുന്നവൻ തന്നെ പഠിച്ചോനെ ചെല്ലാൻ പറ്റുമോ റബ്ബേ, ഞാൻ ഇസ്ലാമെന്ന് പുറത്തു പോകും, ഇത് ബിദ്അത്താണോ, പാടില്ലാത്തതാണോ, കുറ്റം കിട്ടുമോ? അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ അലിമീങ്ങൾ, പ്രത്യേകിച്ച് ശാഫിഈ മദ്ഹബിലെ ഇമാമുമാർ വളരെ ഗൗരവത്തിൽ ചർച്ച ചെയ്ത വിഷയമാണ്. നിങ്ങൾക്കറിയോ മൗലിദ് പാരായണം ചെയ്യാൻ പറ്റുമോ? ഹബീബിന്റെ ജന്മദിനം ആഘോഷിക്കാൻ പറ്റുമോ ഇല്ലയോ? പറ്റുമെന്ന് സമർത്ഥിക്കാൻ 150-ലേറെ കിതാബുകൾ ഹിജ്റ 3-ാം നൂറ്റാണ്ട് മുതൽ പ്രഗത്ഭരായ പണ്ഡിതന്മാർ മഹാനായ ഇബ്നു കസീർ തങ്ങളടക്കം, ഇമാം സുയൂത്തി അടക്കം 150 കിതാബുകൾ രചിക്കപ്പെട്ടിട്ടുണ്ട്. 150 കിതാബുകൾ. എന്തിന്? ഹബീബിന്റെ മൗലിദ് നിങ്ങൾ ആഘോഷിക്കണം. തങ്ങൾ ചെയ്തില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യരുത് എന്ന് തങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? അതാ നോക്കേണ്ടത്. തങ്ങൾ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ടോ? ചെയ്യാൻ പാടില്ല. പക്ഷേ നമുക്ക് വിശാലമായി ഒഴിച്ചിട്ട് തന്നൊരു മേഖല. അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തത് ചെയ്യരുത്, അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത മുഖാലഫാത്തുകൾ ചെയ്യരുത്, ഹറാമുകൾ ചെയ്യരുത്.